പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂലൈ മാസം 8-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാണ് ഈ മാസത്തിൻ്റെ പുതിയ ഒരു വർക്കിംഗ് വീക്കിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉപജീവന മാർഗം, യാത്രകൾ, കുടുംബകാര്യങ്ങൾ, ശുശ്രൂഷകൾ എല്ലാം ഭംഗിയായും ശാന്തമായും ഉചിതമായും ചെയ്യുവാൻ സർവശക്തനായ ദൈവം ഏവരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 20-ാം വാക്യം. ജനസിസ് ചാപ്റ്റർ 21 വേഴ്സ് 20 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ മരുഭൂമിയിൽ പാർത്തു, മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. ഈ വായിച്ചു കേട്ട ഭാഗം ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കേവർക്കും വളരെ സുപരിചിതമാണ്. അതെ, അബ്രഹാമിന് വാഗ്ദത്ത സന്തതി ഉണ്ടാകുവാൻ കാലതാമസം നേരിടുന്നു എന്ന് മനസ്സിലാക്കി ഭാര്യയായ സാറായിയുടെ ഉപദേശപ്രകാരം ദാസിയായ ഹാഗറിൽ ഇസ്മയേൽ എന്ന ഒരു പൈതൽ മകൻ ജനിക്കുന്നു. എന്നാൽ സാഹചര്യങ്ങൾ മുൻപോട്ട് പോകവേ ദൈവത്തിന്റെ വാഗ്ദത്തം കൃത്യസമയത്ത് നിറവേറുകയും വാഗ്ദത്ത പുത്രനായ ഇസഹാക്ക് ജനിക്കുകയും മുലകുടി മാറിയപ്പോൾ ഒരു വിരുന്ന് നടക്കുമ്പോൾ ഇതാ സാറായിക്ക് മനസ്സിലായി ഈ ഇസ്മയേൽ തന്റെ ഭവനത്തിൽ ഒരു അധികപ്പറ്റാണ്. അങ്ങനെ സാറയ്ക്ക് മാത്രമല്ല അബ്രഹാമിനും ഹാഗാറും പൈതലായ ഇസ്മയേലും അനിഷ്ടമായി മാറി. അങ്ങനെ ദൈവിക ആലോചനയുടെ മുമ്പാകെ അബ്രഹാം ഒരു തുരുത്തി വെള്ളവും കുറച്ചപ്പ കഷ്ണങ്ങളുമായി തന്റെ മകനെയും ദാസിയെയും ഭവനത്തിൽ നിന്നും ഇറക്കി വിടുന്നു. നാം വായിക്കുന്നുണ്ട്, ബേർശേബ മരുഭൂമിയിൽ അവർ ഉഴന്നു നടന്നു. നാം കാണുന്നു, വെള്ളം തീർന്നു, അപ്പം തീർന്നു. ഒരു പൈതൽ തന്റെ അമ്മയുടെ മുമ്പാകെ വെള്ളത്തിനായി തൊണ്ട വറ്റി വരേണ്ട അവസ്ഥയിൽ ഒരു അമ്പിൻപാട് ദൂരെ കുറ്റിക്കാട്ടിൽ തന്റെ പൈതലിനെ കൊണ്ട് ഇട്ടിട്ട് അതിനെതിരെ മാറിയിരുന്ന് ഉറക്കെ നിലവിളിച്ചു. എന്നാൽ വചനം നമ്മെ പഠിപ്പിക്കുന്നു, മാതാവാകുന്ന ഹാഗാർ ഉറക്കെ നിലവിളിച്ചപ്പോൾ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ബാലന്റെ നിലവിളി സ്വർഗത്തിൽ എത്തിയിരിക്കുന്നു. അതെ, ലോകപ്രകാരമുള്ള സ്വന്തം പിതാവ് ഒരു തുരുത്തി വെള്ളവും അപ്പക്കഷ്ണവുമായി ഇസ്മയേലിനെ പുറത്താക്കി. അമ്മ എന്നുള്ള അർത്ഥത്തിൽ ആ കുഞ്ഞിന്റെ മരണം കാണുവാൻ ആഗ്രഹിക്കാതെ ഉറക്കെ നിലവിളിച്ചു. ആ കുഞ്ഞ് നിലവിളിച്ചോ പ്രാർത്ഥിച്ചോ എന്ത് ചെയ്തു എന്നൊന്നും വചനത്തിൽ നമുക്ക് ലഭ്യമല്ല. പക്ഷേ ആ പൈതലും നിലവിളിച്ചു. അതൊരു പക്ഷേ നിലവിളിച്ചത് വളരെ നിരപരാധിയായി നിഷ്കളങ്ക മനസ്സോടെ എനിക്കിപ്പോൾ അല്പം വെള്ളം വേണം എന്നുള്ള ഒരൊറ്റ ആവശ്യമായിരിക്കാം. പക്ഷേ ആ കുഞ്ഞിന്റെ ഉള്ളിന്റെ നിലവിളി കണ്ട കേട്ട അറിഞ്ഞ ദൈവം ഹാഗറിനോട് പറയുകയാണ്, നിനക്കിവിടെ എന്ത് കാര്യം? ബാലന്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ അവനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. ആ സമയത്താണ് സ്വർഗത്തിലെ ദൈവം ഹാഗറിന്റെ കണ്ണ് തുറക്കുകയും നീരുറവ കാണുകയും തുരുത്തിയിൽ വെള്ളം പിടിച്ച് പൈതലിന് കൊടുക്കുകയും ചെയ്തു. തുടർന്നുള്ള വാക്യമാണ്, ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു.
ഈ പുത്തൻ ആഴ്ചയുടെ പുതിയ ദിനം, ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഭവനത്തിൽ നിന്നും ഇറക്കി വിട്ടാലും, സഹോദരങ്ങൾ കൈവിട്ടാലും, കൂട്ടായ്മക്കാർ പുറന്തള്ളിയാലും, സഭ നമ്മെ ഒഴിവാക്കിയാലും, നമ്മുടെ ഉറ്റ ചങ്ങാതിമാർ എന്തെല്ലാം പ്രശ്നം വന്നാലും കൈവിടുകയില്ല എന്ന് പലപ്പോഴും കൈയടിച്ച് ആണയിട്ട് സത്യം ചെയ്ത ഉറ്റ സുഹൃത്തുക്കൾ ആരെല്ലാം വിട്ടുകളഞ്ഞാലും സ്വർഗത്തിലെ ദൈവം നല്ല ഇമ്മാനുവേലായി എന്നോടും നിങ്ങളോടും കൂടെയുണ്ട്. ഇതാണ് ഇസ്മയേലിന്റെ അനുഭവം. സ്വന്തം പിതാവ് തീർന്നു പോകുന്ന തുരുത്തിയിലെ വെള്ളവും ഭക്ഷിച്ചാൽ ദഹിച്ച് അവസാനിക്കുന്ന അപ്പക്കഷ്ണമായി ഭവനത്തിൽ നിന്നും ഇറക്കി വിട്ടപ്പോൾ, ഹല്ലേലൂയ, സർവശക്തനായ സ്വർഗത്തിലെ നിത്യപിതാവ് ആ പൈതലിനോട് കൂടെയുണ്ട്. ഇന്ന് നിങ്ങൾ എന്ത് വിഷയമോർത്താണ് ഭാരപ്പെടുന്നത്? നിങ്ങളോട് പലരും പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്നത് ചെയ്തു തരാം, ഇന്ന പോലെ ഞാൻ നിങ്ങളെ സഹായിക്കാം. നിർഭാഗ്യവശാൽ അവർക്ക് സാധിച്ചിട്ടുണ്ടാവുകയില്ല. അല്ല എങ്കിൽ നിങ്ങളെ മനഃപൂർവ്വം ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. എന്തുമായിക്കൊള്ളട്ടെ, ആരെല്ലാം മാറിപ്പോയാലും മാറാത്ത ദൈവം കൂടെയുണ്ട്. അതെ, സ്വന്തം പിതാവ് ഭവനത്തിൽ നിന്നും ഇറക്കി വിട്ട് ആ ദാസിയായ ഹാഗർ വളരെ ഏകാന്ത പഥികയായി ബേർശേബ മരുഭൂമിയുടെ ഒത്ത മധ്യാഹ്നത്തിൽ നിസ്സംഗതയോടെ നിന്നപ്പോൾ ബാലനോട് കൂടെയിരുന്ന ദൈവം ഒരു വലിയ ജാതിയായി ഇസ്മയേലിനെ വളർത്തി ഉയർത്തി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നുവോ, സങ്കടപ്പെടുന്നുവോ, ഒറ്റയ്ക്കാണെന്നുള്ള തോന്നൽ, ഒരു കൈസഹായമില്ല, ഒരു വാക്കിന് പോലും ആരും ഉപകാരമില്ല, ഇന്ന് ഞാൻ കടന്നു പോകുന്ന അവസ്ഥ ഞാൻ എങ്ങനെ അതിനെ അതിജീവിക്കും, ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നിത്യാദിയുള്ള വിഷമത്താൽ വ്യാകുലപ്പെടുന്ന ജീവിതമേ, നിങ്ങളോട് കൂടെ ദൈവം ഉണ്ട്. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അതെ, ദൈവം നമ്മോട് കൂടെ. നമ്മുടെ വേദനയുടെ, ഒറ്റപ്പെടലിന്റെ, സങ്കടത്തിന്റെ, നിരാശയുടെ, തകർച്ചയുടെ, കുഞ്ഞുങ്ങളുടെ ആവശ്യഘട്ടത്തിൽ കുടുംബത്തിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും തിരസ്കരണം ഏറ്റുവാങ്ങുമ്പോൾ, വിരൽ ചൂണ്ടപ്പെടുമ്പോൾ, പലവിധത്തിലുള്ള നിന്ദകളും പരിഹാസങ്ങളും ദുഷികളും ഏൽക്കേണ്ടി വരുമ്പോൾ ആരും കൂടെ ഉണ്ടാവുകയില്ല. എന്നാൽ ആരുമില്ലെങ്കിലും ദൈവം എന്നോടും നിങ്ങളോടും കൂടെയുണ്ട്. പുതിയ ആഴ്ചവട്ടത്തിലേക്ക് കാലൂന്നിയിരിക്കുന്ന ദൈവജനമേ, ഇസ്മയേലിനോട് ബേർശേബ മരുഭൂമിയിൽ കൂടെയിരുന്ന ദൈവം 2024 ജൂലൈ മാസം 8-ാം തീയതി തിങ്കളാഴ്ച നിങ്ങളോട് ഓരോരുത്തരോടും കൂടെയുണ്ട്. നിങ്ങളുടെ യാത്രകളിൽ, നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ, കുടുംബകാര്യങ്ങളിൽ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ, ആരോഗ്യകാര്യങ്ങളിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ, നിയമകാര്യങ്ങളിൽ, നിങ്ങൾ വ്യാകുലത്തോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ, നിങ്ങളുടെ എല്ലാ ഭാരങ്ങളിലും തമ്പുരാൻ കൂടെയുണ്ട്. ആ ദൈവം നിങ്ങളോട് സദാ കൂടെയിരുന്ന് അനുഗ്രഹത്തോടെ ജയോത്സവമായി നടത്തട്ടെ. ബിസിനസിന്റെ തകർച്ചയാണോ, വ്യക്തി ജീവിതത്തിന്റെ പാളിച്ചകളാണോ, എന്താണ് നിങ്ങളുടെ പ്രയാസം? തമ്പുരാനോട് പറയുക, കൂടെയുണ്ട്. ആരെല്ലാം മാറിയാലും കൂടെയുണ്ട്, ആരെല്ലാം വിട്ടുപോയാലും കൂടെയുണ്ട്. ഈ കൂടെയുള്ള ദൈവം നിങ്ങളെ അനുഗ്രഹത്തോടെ ജയോത്സവത്തോടെ നടത്തട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ബലപ്പെടുത്തി ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ പുതിയ
പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചതിനായി സ്തോത്രം. ഈ ആഴ്ച ജോലി ചെയ്യുവാൻ, യാത്ര ചെയ്യുവാൻ, പഠിക്കുവാൻ, കുടുംബകാര്യങ്ങൾ നിർവഹിക്കുവാൻ അപ്പന്റെ കൃപ, കരുതൽ ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ. ആരെല്ലാം മാറിപ്പോയാലും ഞങ്ങളോട് കൂടെയിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ചെറുബാലനായ ഇസ്മയേലിന്റെ അനുഭവത്തിൽ കൂടെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. പ്രിയപ്പെട്ടവർ മാറി നിൽക്കും, രക്തബന്ധങ്ങൾ അകന്നു നിൽക്കും, ആത്മീയ കൂട്ടായ്മക്കാർ ഞങ്ങളെ വിട്ട് മാറിപ്പോകും. ആരെല്ലാം മാറിയാലും മാറാത്തവൻ, മറക്കാത്തവൻ, മാറ്റമില്ലാത്തവൻ സദാ ഞങ്ങളോടുള്ളതിനായി സ്തോത്രം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ ഞങ്ങളെ കാക്കണമെന്ന് യേശുമശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ ഏത് സാഹചര്യത്തിലും നമ്മെ വിട്ടുമാറാതെ കൂടെയിരിക്കുന്ന ദൈവം, ഇസ്മയിലിനോട് കൂടെയിരുന്ന ദൈവം നമ്മോട് ഓരോരുത്തരോടും കൂടെയുണ്ട്. നമ്മുടെ വേദന നിറഞ്ഞ കറുത്ത ദിനങ്ങളിൽ, പ്രതികൂലമേറിയ അനുഭവങ്ങളിൽ എല്ലാവരും മാറിപ്പോകുമ്പോൾ മാറാത്ത ഉറ്റ സ്നേഹിതൻ നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ കൃപ, സമാധാനം, സാന്നിധ്യം, അനുഗ്രഹം നിങ്ങളെ ഏവരെയും എല്ലാ അർത്ഥത്തിലും കരം പിടിച്ച് നടത്തട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.